വീക്ക്ലി സാലറിയാണ് മോഡലാണ് പറഞ്ഞത്. ആക്ച്വലി 8,000 to 12,000 സാലറി പാക്കേജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിബ്രവരി എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് അല്ലെങ്കിൽ ജോലി എടുക്കും, നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് അല്ല, അത് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടാവും. അത് സെലക്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം സംസാരിച്ച് പുഷ് ചെയ്തിട്ട് ആക്കി തരും. അത് തീരെ ഡ്രൈവിംഗ് സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്താക്കുള്ളൂ, ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ജോയിൻ ആക്കാതിരിക്കുള്ളൂ. ഒരു വിധം നിങ്ങൾ ഡ്രൈവിങ് ബന്ധപ്പെട്ട് വണ്ടി ഓടിക്കാണ്ട് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എന്താക്കി തരും, മാക്സിമം സംസാരിച്ചിട്ട് ജോബ് ആക്കി തരും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് 2 ഓപ്ഷൻ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആ കമ്പനിയിലേക്ക് ഏകദേശം ഒരു 400-500 പോസ്റ്റിങ്സ് ആ കമ്പനിയിലേക്ക് മാത്രം ചെയ്തു. അതിലിപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മളൊരു 2 years മുന്നേ കൊടുത്ത ആളുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 10 ദിവസം കൊണ്ട് പോയ ആൾക്കാരുണ്ട്. അതെല്ലാം എന്താണ്, അവിടെ നിൽക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി പോലെ ഉണ്ടാവും. നിങ്ങളൊരു വർക്കിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ആൾക്കാർ പറയുന്നതൊക്കെ ഫൈന് കൂടുതലാണ്, പെനാൽറ്റി കൂടുതലാണ്. ഫൈന് പെനാൽറ്റി എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ ലേറ്റ് ലോഗിന് വിത്തൗട്ട് യൂണിഫോം. ലേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? എന്താണ് ലേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞാൽ? എന്താണ് എങ്ങനെ? അല്ല, ലേറ്റ് ലോഗിൻ. ലേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടി സമയം തരും. അവർക്ക് ഡ്യൂട്ടിക്ക് ഡ്രൈവർമാരില്ലാത്തൊരു ഷിഫ്റ്റ് ഉണ്ടാവും. നിങ്ങൾ മോർണിംഗ് ആണ് നൈറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സമയം അവരാണ് തരിക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു 9 മണിക്കാണ് നിങ്ങൾക്ക് ലോഗിൻ ടൈം തന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 9:30 പോയി ലോഗിൻ ചെയ്യുമ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി അടിക്കും. ഓക്കെ, നിങ്ങൾ 9 മണിക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾ റൂമിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങണം. 8:30 8:45 ആകുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് എത്തിയിട്ട് എന്ത് ചെയ്യണം, ലോഗിന് പക്ക ലോഗിൻ ചെയ്യണം. അവിടെ ലോഗിൻ ചെയ്ത് എന്ത് ചെയ്യരുത്, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇത് EV വണ്ടിയാണ്. ഓക്കെ, ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരിക്കലും എന്ത് ഇരിക്കാൻ പാടില്ല. റേഡിയേഷൻസിൻ്റെ പ്രശ്നം, നിങ്ങളെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ വണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും ആ വണ്ടി ചാർജ് ചെയ്യുന്നതിലൂടെ ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഇരുന്നിട്ട് ഡെത്ത് വരെ സംഭവിച്ച കേസസ് ഇന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സേഫ്റ്റി ഒക്കെ മൊബൈൽ ചാർജാണോ അല്ല ബാറ്ററി ചാർജ്? മൊബൈൽ ചാർജിങ് ഒക്കെ അതിനോട് ചെയ്യാം. ഞാൻ പറഞ്ഞത് വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരെന്ത് ചെയ്യും, ആ വണ്ടിയുടെ ഉള്ളിൽ റീല് വണ്ടി ഇരിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അത് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പെനാൽറ്റി കിട്ടും. അങ്ങനെയുള്ള ഒരിക്കലും ചെയ്യരുത്. ആ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വണ്ടി ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്ത് അപ്പോൾ ചായ കുടിച്ചിരുന്നാൽ എന്തില്ല, കുഴപ്പം ഇല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ പ്രോപ്പറായിട്ട് ട്രിപ്പ് എടുക്കാതിരിക്കുക. വെറുതെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്ന പരിപാടി. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി സിറ്റിയിലുണ്ടാവും. നിങ്ങൾക്ക് ആ ട്രിപ്പ് തരുമ്പോൾ ഇല്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ